ആദ്യഘട്ട പ്രചാരണം പൂർത്തിയായപ്പോൾ തികഞ്ഞ വിജയ പ്രതീക്ഷയിലാണ് എറണാകുളത്തെ ഇടത് സ്ഥാനാർത്ഥി കെ.ജെ. ഷൈൻ ടീച്ചർ. ആളുകളിൽ നിന്നും മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതെന്നും എറണാകുളം ഇത്തവണ മാറി ചിന്തിക്കുമെന്നും ഷൈൻ ടീച്ചർ കേരള വിഷൻ ന്യൂസിനോട് പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ ശക്തമായി തന്നെ തുടരുകയാണ്. എറണാകുളത്ത് LDFന്റെ സ്ഥാനാർത്ഥി കെ.ജെ. ഷൈൻ ടീച്ചറാണ് ഈ പ്രചാരണ രംഗത്ത് സജീവ. ടീച്ചറെ, ആദ്യം തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നു, ഒപ്പം പ്രചാരണ രംഗത്തേക്ക് വളരെ വേഗത്തിൽ എത്താൻ കഴിഞ്ഞു. എങ്ങനെയുണ്ട് ഇപ്പോൾ ഈ ഒരു 2-3 തലങ്ങൾ കഴിഞ്ഞിട്ടുണ്ടല്ലോ? അതെ, നല്ല രീതിയിൽ പോകുന്നു. മാഷേ, ഷൈൻ ടീച്ചറാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി. ചുറ്റികരിവാള നക്ഷത്ര അടയാളം. വോട്ട് ചെയ്യണേ, സഹായിക്കണേ, സ്റ്റാഫിൽ പറയണേ. ഓക്കെ. അപ്പോ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ആദ്യം വളരെ മികച്ച രീതിയിൽ യാതൊരു അപശബ്ദങ്ങളുമില്ലാതെ LDF 20 സ്ഥാനാർത്ഥികളെ കേരളത്തിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിന്റെ ഭാഗമായി എറണാകുളത്തും ഞങ്ങൾ നേരത്തെ തന്നെ പ്രചരണ പരിപാടികൾ ആരംഭിച്ചു. ഏതാണ്ട് ഈ മണ്ഡലത്തിന്റെ 7 നിയമസഭാ മണ്ഡലത്തിനകത്തും ഒരു റൌണ്ട് കഴിഞ്ഞു, 2ാം റൌണ്ട് പോകുന്നു. ഇനി വിട്ടുപോയ സ്ഥലങ്ങളിൽ കാണാൻ പോകുന്നു. നല്ല രീതിയിലുള്ള ഒരു പ്രതികരണമാണ് ജനങ്ങളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ടീച്ചർ സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ 2-3 പ്രത്യേകതകൾ കൂടിയുണ്ട്. ഒന്ന്, ഒരു വനിതാ പ്രതിനിധിയാണ്. നമുക്ക് ഇത്തവണ വനിതാ ബില്ലൊക്കെ പാസ്സായ ഒരു ഘട്ടം കൂടിയാണ്. അപ്പോൾ വളരെ പ്രാധാന്യമുണ്ട് അങ്ങനത്തെ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് തന്നെ. ഒപ്പം കഴിഞ്ഞ തവണയൊക്കെ വലിയ രീതിയിലുള്ള ഇടത് തരംഗം ഉണ്ടായപ്പോഴും എറണാകുളം ജില്ല UDFനൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ സ്വാഭാവികം ഉയർന്നു വന്നൊരു ചോദ്യം എന്ന് പറയുന്നത്, എങ്ങനെയാണ് ടീച്ചറിന്റെ ഒരു പ്രതീക്ഷ? ഇടതിന് അത്രമാത്രം വേരോട്ടം ഇല്ലാത്തൊരു മണ്ണാണല്ലോ, തുടങ്ങിയ തരത്തിലുള്ള ചർച്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ പ്രചാരണ പരിപാടികൾക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ടീച്ചർക്ക് അങ്ങനെ കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് എന്താണ്? അതെ, ഒരു കൺവെൻഷനലായിട്ട് നമ്മുടെ ഒരു രീതിയുണ്ട്. പൊളിറ്റിക്കൽ ആയിട്ടുള്ളൊരു ധ്രുവീകരണം ഉണ്ടായിരുന്ന ഒരു സാഹചര്യം കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിലെമ്പാടും അങ്ങനെയുണ്ട്. അതും കേരളത്തിലുണ്ടായിരുന്നു. പക്ഷെ നിലവിൽ ആ സാഹചര്യം മാറുന്ന ഒരു ഇതാണ്. ഇപ്പോ നമുക്ക് ഇവിടെ ഒരു ടൈം ഇടതുപക്ഷം വിജയിച്ചാൽ, മക്കളെ LDFന്റെ സ്ഥാനാർത്ഥിയാനട്ടാ, ചുറ്റികരിവാള നക്ഷത്ര അടയാളത്തിൽ വോട്ട് ചെയ്യണം. നിങ്ങൾ പെൺകുട്ടികളാണ്, സ്ത്രീകൾ ഉയർന്നു വരണ്ടേ, പാർലമെന്റിലും നിയമസഭയിലും ഒക്കെ വരണം. അപ്പൊ ടീച്ചർക്ക് അങ്ങനെ ഒരു അവസരം കിട്ടിയിരിക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ ടീച്ചറെ സഹായിക്കണം. ഓക്കെ, കൂട്ടുകാരോട് പറയണം കേട്ടോ. ഹാവ് എ നൈസ് ഡേ. അപ്പോ ആ ഒരു കൺവെൻഷനലായിട്ടുള്ള രീതി, ഒരു ടൈം LDF, ഒരു ടൈം UDF, അത് മാറിയിട്ട് മോനെ ഷൈൻ ടീച്ചർ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയാണ്, ചുറ്റികരിവാള നക്ഷത്രം, വോട്ട് ചെയ്യണം കേട്ടോ. അപ്പോ അത് മാറി ഇപ്പോ ആ ചരിത്രം തിരുത്തിക്കൊണ്ട് 2ാം വട്ടവും ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. അത് തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു അടയാളമാണ്. ആ ജനങ്ങൾ നോക്കുന്നത്, അധികാരത്തിൽ കയറിയാൽ ഇവരെന്ത് ചെയ്യും. പണ്ട് ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ എന്റെ അച്ഛൻ ഇങ്ങനെയായിരുന്നു, അമ്മ ഇങ്ങനെയായിരുന്നു, അതുകൊണ്ട് ഞാനിങ്ങനെ, ആ ഒരു രീതി മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 1ാം പിണറായി ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി അതിന് അംഗീകാരം കൊടുക്കുന്ന ഒരു നിലയിലേക്ക്, അതും ഈ കേരളത്തിലെ ജനങ്ങൾ തന്നെയാണ് ആ മാറ്റം എല്ലാ മണ്ഡലങ്ങളിലേക്കും വരും. അല്പം പ്രയാസം എറണാകുളം ജില്ലയിൽ ഉണ്ടായിരുന്നു, നിങ്ങൾ പറഞ്ഞതുപോലെ ഉണ്ടായിരുന്നു. പക്ഷേ അതും കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വട്ടിയൂർക്കാവ്, അതുപോലെ നിലമ്പൂര്, കുഞ്ഞാലിക്കുട്ടി സാഹിബ് എന്ന മണ്ഡലങ്ങൾ, ഇവിടെയൊക്കെ നമുക്ക് വിചാരിക്കാൻ പറ്റാത്തത്ര മാറ്റം ജനങ്ങൾ വായിക്കുന്നു, ചിന്തിക്കുന്നു. അവരുടെ ജീവിതം, അവരുടെ സാമൂഹ്യ സാഹചര്യം, അവിടെയൊക്കെ എന്ത് നിലപാട് ഓരോ ഗവൺമെന്റും എടുക്കുന്നു എന്നതിനനുസരിച്ചാണ് ജനങ്ങൾ തീരുമാനമെടുക്കുന്നത്. അങ്ങനെയുള്ളൊരു മാറ്റം നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിലും ഒക്കെ വരുന്നു. അത് ഇവിടെ സംഭവിക്കും. അങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ട് എന്നാണ് ഈ മണ്ഡലങ്ങളിലൂടെയൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മക്കളെ, ഗുഡ് മോർണിംഗ്. ഒപ്പം തന്നെ ഈ ഒരു വനിതാ പ്രാതിനിധ്യം അത് എത്രമാത്രം ഗുണകരമാകുന്നുണ്ട്? അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളെ നിർണയിച്ചപ്പോൾ പോലും കൂടുതൽ വനിതകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇടതുപക്ഷം. അതെ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യയിലെ ജനസംഖ്യയിൽ പകുതിയിലധികം വരുന്ന സ്ത്രീകൾ, വോട്ടർമാരിൽ പകുതിയിലധികം വരുന്ന സ്ത്രീകൾ. പക്ഷെ നിയമനിർമ്മാണ രംഗത്ത് അവരുടെ ശബ്ദം നിശബ്ദമാണ്. അപ്പൊ അത് പോരാ, ഞങ്ങൾക്കും പറയാനുണ്ട് എന്ന് സ്ത്രീ വോട്ടർമാർ ആഗ്രഹിക്കുന്ന ഒരു സമയം കൂടിയാണ്. പ്രത്യേകിച്ച് വനിതാ സംവരണ ബില്ല് 96 മുതൽ പാർലമെന്റിൽ ബഹളം വയ്ക്കുന്നതാണ്, പാസ്സാക്കണമെന്ന് ആവശ്യപ്പെടുന്നതാണ്. പക്ഷേ പല ഗവൺമെന്റുകൾ അതിനെ തട്ടി കൊണ്ടുപോയി. ഇപ്പോ തത്വത്തിൽ പാസ്സായിട്ടുണ്ട്, പക്ഷെ നമുക്ക് അതിന്റെ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ എന്ത് നിലപാടെടുക്കുന്നു വളരെ പ്രസക്തമാണ്. സ്ത്രീ വോട്ടർമാർ വളരെ ശ്രദ്ധിക്കും. അതിൽ LDFന് മേൽക്കൈ നേടാൻ സാധിച്ചിട്ടുണ്ട് ഈ സ്ഥാനാർത്ഥിത്വത്തിലൂടെ. ടീച്ചർ, കൂടുതലായിട്ടും ഈ പ്രചാരണ പരിപാടികൾ നമ്മൾ ശ്രദ്ധിച്ചത് എല്ലാ വിഭാഗം ജനങ്ങളിലേക്ക് എത്തുന്ന, ഒപ്പം തന്നെ കൂടുതലായി സ്കൂളുകൾ, കോളേജുകൾ കേന്ദ്രീകരിച്ചിട്ടാണ്. അത് ഈ ടീച്ചർ എന്ന നിലയിലുള്ള ആ ഒരു സ്ഥാനം കൊണ്ടാണോ? ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയാണ്, മക്കൾ സഹായിക്കണം, ചുറ്റികരിവാള നക്ഷത്ര അടയാളം കേട്ടോ. ഈ ടീച്ചർ എന്നൊരു നില അതെങ്ങനെ പ്രയോജനപ്പെടുന്നു? ഒപ്പം തന്നെ ടീച്ചർ ഈ പ്രചാരണ ഘട്ടങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കുന്നത് അതാണ്, കോളേജുകൾ, സ്കൂളുകൾ കേന്ദ്രീകരിച്ചിട്ടാണ്. എന്റെ വളർച്ചയിൽ
എന്നെ വളരാൻ സഹായിച്ചൊരു തട്ടകം എന്റെ സ്കൂളും എന്റെ കുട്ടികളുമാണ്. അപ്പൊ അവരിൽ നിന്നുള്ളൊരു പ്രോത്സാഹനമാണ് ഒരു ടീച്ചറായിട്ടും മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പ്രചോദനം എനിക്ക് ഇവിടെ നിന്ന് ഈ ഇതിൽ വരുമ്പോ ഒരു പരൽമീനെ പിടിച്ച് കരയിൽ കിടക്കുന്ന ഒരു പരൽമീനെ ഒരു വെള്ളത്തിലിട്ടാൽ എങ്ങനെയാണ് ആ ഒരു പ്രസരിപ്പ് നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിന്റെ ആ ഒരു ചൂടിലേക്ക് തന്നെ എത്തിയിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള പ്രചാരണ പരിപാടികൾ സ്കൂളുകൾ, കോളേജുകളൊക്കെ തന്നെ കേന്ദ്രീകരിച്ചുള്ള വോട്ട് തേടലുകളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷ സ്ഥാനാർത്ഥി KJ ഷൈൻ ടീച്ചർ രാവിലെ മുതൽ തന്നെ ഈ പ്രചാരണ പരിപാടികളിലേക്ക് സജീവമായിട്ടുണ്ട്. ഒരു തവണ മണ്ഡലത്തിൽ ഏതാണ്ട് പര്യടനം പൂർത്തിയാക്കി രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. എന്തായാലും ആദ്യഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു മുന്നേറ്റം അത് വിജയത്തിൽ നിർണായകമാകുമെന്ന് തന്നെയുള്ള വിലയിരുത്തലാണ് ഷൈൻ ടീച്ചറിനൊപ്പം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുമുള്ളത്. രഞ്ജിത്തിനൊപ്പം എബി ജോൺ തോമസ്, കേരള വിഷൻ ന്യൂസ്, കൊച്ചി.